Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പി സി കമാൻഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, പവർ, മോഡുലസ് ഇതൊക്കെ കാണാൻ നമ്മൾ പഠിച്ചു. ഈ ബി സി കമാൻഡ് നമ്മൾ ടെർമിനലിലാണ് നമ്മൾ യൂസ് ചെയ്യാൻ പഠിച്ചത്. അപ്പോൾ നമുക്കൊരു ഷെൽ സ്ക്രിപ്റ്റ് പ്രോഗ്രാം എങ്ങനെ ബി സി കമാൻഡ് യൂസ് ചെയ്തിട്ട് ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായി നമ്മളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ഒന്നെങ്കിൽ ടച്ച് കമാൻഡ് യൂസ് ചെയ്തിട്ട് ഫയൽ ക്രിയേറ്റ് ചെയ്യുക, അതിനുശേഷം നാനോ വെച്ച് ഓപ്പൺ ആക്കാം. അല്ലെങ്കിൽ നമുക്ക് നാനോ വെച്ച് തന്നെ ഫയൽ ക്രിയേറ്റും ചെയ്യാം, ഓപ്പൺ ചെയ്യാം. ഞാനിവിടെ ഡയറക്റ്റ്ലി നാനോ വെച്ചിട്ട് ഫയൽ ക്രിയേറ്റും കൂടി ചെയ്യാണ്, അതിൻ്റെ ഒപ്പം തന്നെ ഓപ്പൺ ചെയ്യുകയാണ്. ഫയൽ ഡോട്ട് എസ് എച്ച് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഫയൽ ഇല്ലെങ്കിൽ ക്രിയേറ്റ് ആവും. അതിനുശേഷം ഷബാങ് ക്യാരക്ടർ ടൈപ്പ് ചെയ്യുക, ഹാഷ് ബിൻ ബാഷ്. അതിനുശേഷം നമുക്ക് പ്രോംപ്റ്റ് മെസ്സേജ് ടൈപ്പ് ചെയ്യണം. എനിക്ക് രണ്ട് നമ്പറിന്റെ ഡിവിഷനാണ് എനിക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം യൂസറിനോട് ചോദിക്കണം, എൻ്റർ എ നമ്പർ 1. ഫസ്റ്റ് ഒരു നമ്പർ എൻ്റർ ചെയ്യുക. അതിനുശേഷം യൂസർ ആ നമ്പറിന്റെ വാല്യൂ ടൈപ്പ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം വീണ്ടും പ്രോംപ്റ്റ് മെസ്സേജ് ചോദിക്കും, എൻ്റർ നമ്പർ 2. അപ്പോൾ അടുത്ത നമ്പർ പ്രിന്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ പ്രിന്റ് ചെയ്യിക്കണം റിസൾട്ട് നം1 ഡിവൈഡഡ് ബൈ നം2 കൊണ്ട് ഡിവൈഡ് ചെയ്തതിനുള്ള ആൻസർ പ്രിന്റ് ചെയ്യിക്കണം. അപ്പോൾ പ്രോംപ്റ്റ് മെസ്സേജ് നമുക്ക് പ്രിന്റ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ എക്കോ യൂസ് ചെയ്ത് പ്രിന്റ് ചെയ്യിക്കാം. എക്കോ യൂസ് ചെയ്തിട്ട് പ്രിന്റ് ചെയ്യിക്കുക. അതിനുശേഷം വാല്യൂ റീഡ് ചെയ്യാം. അതിന് പകരം റീഡ് എന്ന തന്നെ വേറെ സബ് ഓപ്ഷൻ ഉണ്ട്, റീഡ് -p. ആ ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് പ്രോംപ്റ്റും ചെയ്യാം, അറ്റ് എ ടൈം തന്നെ നമുക്ക് വാല്യൂ റീഡും ചെയ്യാം. നമുക്ക് അങ്ങനെ ചെയ്യാം. റീഡ് കമന്റ് യൂസ് ചെയ്യുക, അതിന്റെ പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് -p കൊണ്ടുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം എൻ്റർ ഫസ്റ്റ് നമ്പർ ടൈപ്പ് ചെയ്യുക. അപ്പൊ കീബോർഡിൽ നമ്മുടെ യൂസർ ഫസ്റ്റ് നമ്പർ ടൈപ്പ് ചെയ്യും. ആ ടൈപ്പ് ചെയ്യുന്ന നമ്പർ റീഡ് ചെയ്തിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യണം. ആ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേരിയബിൾ നമ്മൾ ടൈപ്പ് ചെയ്യുക. ഞാൻ നം1 കൊണ്ടുള്ള വേരിയബിൾ ടൈപ്പ് ചെയ്തു. അപ്പൊ നം1 എന്ന വേരിയബിളിലേക്ക് ഇപ്പൊ യൂസർ ടൈപ്പ് ചെയ്ത വാല്യൂ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതേപോലെ റീഡ് -p എൻ്റർ നമ്പർ 2. വീണ്ടും പ്രോംപ്റ്റ് മെസ്സേജ് കീബോർഡിൽ വരണം, കീബോർഡിലല്ല സ്ക്രീനിൽ വരണം. എൻ്റർ സെക്കൻഡ് നമ്പർ. ആ നമ്പർ നമുക്ക് നം2 എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യണം. അപ്പൊ നം1 എന്ന വേരിയബിളിൽ ഫസ്റ്റ് ടൈപ്പ് ചെയ്ത നമ്പറും നം2 എന്ന വേരിയബിളിൽ സെക്കൻഡ് ടൈപ്പ് ചെയ്ത നമ്പറും ഉണ്ട്. ഈ നം1നെ നം2നോട്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ നമുക്ക് സ്റ്റോർ ചെയ്യണം. അപ്പൊ 10 ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ കറക്റ്റ് വാല്യൂ 2 കിട്ടും. പക്ഷെ 10 ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ 3.33 എന്ന് കിട്ടും. അപ്പൊ പോയിന്റിന് ശേഷമുള്ള വാല്യൂ നമുക്ക് വേണം. അപ്പൊ നമ്മൾ സ്കെയിൽ എന്ന വാല്യൂ ബി സി കമാൻഡിൽ യൂസ് ചെയ്യണം. പോയിന്റിന് ശേഷം എത്ര ഡിജിറ്റ് 2 ആണോ 3 ആണോ വേണ്ടത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഈ 3 ഡിജിറ്റ് ആണ് വേണ്ടെങ്കിൽ സ്കെയിൽ ഫാക്ടർ 3 കൊടുക്കണം. അപ്പൊ നമ്മൾ ആദ്യത്തെ ഒരു വേരിയബിളിലേക്ക് ഇത് നം1 ഡിവൈഡഡ് ബൈ നം2 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് നമുക്ക് ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യണം. അതിനായിട്ടുള്ള വേരിയബിൾ ജസ്റ്റ് ഡിവിഷൻ ആണ് ചെയ്യുന്നത്. അപ്പൊ div കൊണ്ടുള്ള വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം വേറൊരു കമാൻഡിന്റെ ഔട്ട്പുട്ട് നമുക്ക് ഇതിന്റെ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് കമാൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. അതായത് ഡോളർ സിംഗിൾ ബ്രാക്കറ്റ്. ഇതിന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടോ ഏതെങ്കിലും ഒരു ഷെൽ സ്ക്രിപ്റ്റ് ഒരു കമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഔട്ട്പുട്ട് div കൊണ്ടുള്ള വേരിയബിളിൽ അതിലേക്ക് സ്റ്റോർ ചെയ്യും. കാരണം നമ്മൾ ഇതിന്റെ അകത്ത് എക്കോ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. എക്കോ പറഞ്ഞ ഒരു കമാൻഡ് ആണ്. അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് ഇതിലേക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഡോളർ ഡബിൾ ബ്രാക്കറ്റ് ഇല്ല, ഡോളർ സിംഗിൾ ബ്രാക്കറ്റ്. ഇവിടെ ഒരു ബ്രാക്കറ്റ്, ഇവിടെ ഒരു ബ്രാക്കറ്റ്, അല്ലെങ്കിൽ // കൊണ്ടുള്ള മെത്തേഡ് ഉണ്ട്. തൽക്കാലം ഇത് നോക്കി വെക്കുക. അതിനുശേഷം എക്കോ കമന്റ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം സ്കെയിൽ ഫാക്ടർ എത്ര വേണ്ടത്, സ്കെയിൽ നമുക്ക് ഒരു 3 ആണ് വേണ്ടെങ്കിൽ SCALE 3 ആണ് വേണ്ടെങ്കിൽ 3 ടൈപ്പ് ചെയ്യുക. അതിനുശേഷം സെമിക്കോൺ ടൈപ്പ് ചെയ്യുക. നം1 ഡിവൈഡഡ് ബൈ നം2. അപ്പൊ നം1ല് വേരിയബിൾ ആണ്. അപ്പൊ വേരിയബിളിന്റെ അകത്തുള്ള വാല്യൂ എപ്പോ കിട്ടണമെങ്കിലും ഡോളർ സിമ്പിൾ യൂസ് ചെയ്യുക. നം1 ഡിവൈഡഡ് ബൈ നം2. അതിനുശേഷം അത് അവസാനിപ്പിക്കുക. ഇനി പൈപ്പിംഗ് കമന്റ്. അതിനുശേഷം നമ്മുടെ BC ടൈപ്പ് ചെയ്യുക. അപ്പൊ നമ്മുടെ ഡിവിഷൻ div കൊണ്ടുള്ള വേരിയബിളിൽ നമ്മുടെ ആൻസർ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അത് പ്രിന്റ് ചെയ്യിക്കണമെങ്കിൽ എക്കോ കൊണ്ട് പ്രിന്റ് ചെയ്യിക്കാം. എക്കോ കൊണ്ട് നമുക്ക് റിസൾട്ട് സീക്വൽ ടു നമുക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ മനസ്സിലാവണമെങ്കിൽ നം1 ഡിവൈഡഡ് ബൈ നം2. അതായത് നം1ന്റെ വേരിയബിൾ കിട്ടണമെങ്കിൽ നം1 ഡിവൈഡഡ് ബൈ നം2 ഈക്വൽ ടു div എന്ന വേരിയബിളിൽ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ളത് div. ഇപ്പൊ കറക്റ്റ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഇത് നമ്മൾ ജസ്റ്റ് സേവ് ചെയ്യാൻ Ctrl+O ടൈപ്പ് ചെയ്യുക. സെയിം ഫയലിലേക്ക് സേവ് ചെയ്യുന്നതുകൊണ്ട് ജസ്റ്റ് അവിടെ എൻ്റർ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം Ctrl+X ടൈപ്പ് ചെയ്യുക. നമുക്ക് റൺ ചെയ്യണമെങ്കിൽ ബാഷ് ഫയൽ നെയിം ടൈപ്പ് ചെയ്യുക. ജസ്റ്റ് എൻ്റർ അടിക്കുക. ഫസ്റ്റ് നമ്പർ ഞാൻ ജസ്റ്റ് 25 ടൈപ്പ് ചെയ്തു. സെക്കൻഡ് നമ്പർ 6 ടൈപ്പ് ചെയ്തു.
അപ്പൊ റിസൾട്ട് എന്താ 25 ഡിവൈഡ് ബൈ 4 6.25. കറക്റ്റ് ആൻസർ 6.25 ആണ്. നമ്മൾ സ്കെയിൽ ഫാക്ടർ 3 കൊടുത്തോണ്ട് 6.250 കിട്ടി. തൊട്ട് മേലത്തെ ഫയൽ തന്നെ ഞാൻ ഇവിടെ നിങ്ങൾ പറയാണ്ട് ഇവിടെ ഡോളർ സിമ്പിൾ കൊടുക്കാൻ മറന്നു വിചാരിക്കുക. ഡോളർ സിമ്പിൾ ഇപ്പൊ നമ്മള് ഏതൊരു വേരിയബിളിന്റെ അകത്തുള്ള വാല്യൂ കിട്ടണമെങ്കിൽ ഡോളർ സിമ്പിൾ കൊടുക്കണം. അപ്പൊ ഞാൻ നമ്പറിന്റെ അവിടെ കൊടുത്തില്ല. ഞാൻ ജസ്റ്റ് സേവ് ചെയ്യാണ്. കൺട്രോൾ ഓ എന്റർ കൺട്രോൾ എക്സ്. അതിനുശേഷം ബാഷ് ഫയൽ ഡോട്ട് എസ് എച്ച് ഞാൻ മുന്നത്തെ 25 എന്നൊക്കെ ടൈപ്പ് ചെയ്തു. എന്റർ 4 ടൈപ്പ് ചെയ്തു. ഇപ്പൊ കണ്ട ആൻസർ കിട്ടില്ല. ആൻസർ 0 ആണ് കിട്ടുന്നത്. അപ്പൊ 25 ഡിവൈഡ് ബൈ 4 കറക്റ്റ് ആൻസർ എത്ര 6.250. എന്തുകൊണ്ട് നമുക്ക് ആൻസർ കിട്ടാണ്ടിരുന്നത്? നമ്മളിവിടെ നമ്പറിന്റെ അവിടെ ഡോളർ സിമ്പിൾ കൊടുത്തിട്ടില്ല. ഡോളർ സിമ്പിൾ കൊടുത്താൽ മാത്രമാണ് നമ്പർ എന്ന വേരിയബിളിലുള്ള വാല്യൂ കിട്ടുള്ളൂ. അപ്പൊ എപ്പൊ നമ്മൾ വേരിയബിൾ കൊടുക്കുമ്പോഴും ആ വേരിയബിളിന്റെ മുന്നേ ഡോളർ സിമ്പിൾ കൊടുത്താൽ മാത്രമേ ആ നമ്പർ എന്ന വേരിയബിളത്തെ ആക്ച്വൽ വാല്യൂ കിട്ടുള്ളൂ. അപ്പൊ ഇവിടെ എവിടെ ഡോളർ കൊടുത്തിട്ടുണ്ട്, ഇവിടെ വാല്യൂ നമുക്ക് വേണം, ഇവിടെ വാല്യൂ വേണം, ഇവിടെ വാല്യൂ വേണം, ഇവിടെ വാല്യൂ വേണം. പിന്നെ ഇവിടെ ഇതും ഒരു വേരിയബിൾ ആണ്. div കൊണ്ടൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതിന്റെ അകത്ത് വാല്യൂ പ്രിന്റ് ചെയ്യിക്കണമെങ്കിൽ ഡോളർ div പ്രിന്റ് ചെയ്യണം. നമുക്കൊരു മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം വിചാരിക്കുക. മൾട്ടിപ്ലിക്കേഷൻ ഇതേ നമ്പർ തന്നെ വെച്ചിട്ട് ചെയ്യണമെങ്കിൽ അത് MUL വേരിയബിളിലേക്കാണ് സ്റ്റോർ ചെയ്യുന്നത്. MUL അതിനുശേഷം കമാൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിന് ഡോളർ സിംഗിൾ ബ്രാക്കറ്റ് ഇതിന്റെ അകത്താണ് നമ്മൾ ചെയ്യുന്നത്. ഇതിന്റെ അകത്ത് എക്കോ കമാൻഡ് യൂസ് ചെയ്യുക. എനിക്ക് ഫസ്റ്റ് num1 ഉം num2 മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ആൻസർ ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോ num1ന്റെ വാല്യൂ കിട്ടണമെങ്കിൽ ഡോളർ സിമ്പിൾ കൊടുക്കണം. അതൊരിക്കലും മറക്കരുത്. num1 ഇൻറ്റു ഡോളർ സിമ്പിൾ num2 അവസാനിപ്പിക്കുക. പിന്നെ പൈപ്പിംഗ് കമാൻഡ് ആ സിമ്പിൾ കൊടുക്കുക. പിന്നെ BC അതിനുശേഷം ജസ്റ്റ് എന്റർ അടിക്കുക. ഇനി പ്രിന്റ് ചെയ്യിക്കുകയാണെങ്കിൽ എക്കോ റിസൾട്ട് RESULT റിസൾട്ട് ഇസ് ഈക്വൽ ടു ഡോളർ num1 ഇൻറ്റുന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സിമ്പിൾ കൊടുക്കാം. ഡോളർ num2 ഇസ് ഈക്വൽ ടു ഡോളർ എന്താ മൾ എന്ന വേരിയബിളിലെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് മൾ. ജസ്റ്റ് അത് അവസാനിപ്പിക്കുക. അതിനുശേഷം സേവ് ചെയ്യാൻ കൺട്രോൾ ഓ എന്റർ കൺട്രോൾ എക്സ്. ഇനി ആ ഫയൽ റൺ ചെയ്യാൻ ബാഷ് ഫയൽ ഡോട്ട് എസ് എച്ച്. എന്നിട്ട് 25 ടൈപ്പ് ചെയ്തു. സെക്കൻഡ് നമ്പർ 4 ടൈപ്പ് ചെയ്തു. അപ്പൊ 25 ഡിവൈഡ് ബൈ 4 ചെയ്താൽ 6.250 കിട്ടും. 25 into 4 മൾട്ടിപ്ലൈ ചെയ്താൽ 100 കിട്ടും. ഞാൻ വീണ്ടും റൺ ചെയ്തു. റണ്ണാണ് ചെയ്യേണ്ടത്, സോറി. വീണ്ടും റൺ ചെയ്യാൻ ബാഷ് ഫയൽ ഡോട്ട് എസ് എച്ച് അടിക്കുക. ഞാൻ വേറെ നമ്പർ എടുത്തു, 35 എടുത്തു. സെക്കൻഡ് നമ്പർ 4 എടുത്തു. 35 ഡിവൈഡഡ് ബൈ 4 ചെയ്താൽ 8.75 ആൻസർ കിട്ടും. 35 മൾട്ടിപ്ലൈ ബൈ 4 ചെയ്താൽ 114 ആൻസർ കിട്ടും. നമുക്ക് ഇതേ പ്രോഗ്രാമിക്ക് തന്നെ വേണമെങ്കിൽ EXPR കമന്റും മറ്റുള്ള പഠിച്ചതൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതായത് ഇപ്പൊ എനിക്ക് മുന്നത്തെ ഫയൽ ഓപ്പൺ ആക്കി. അതിനുശേഷം എനിക്കിപ്പോ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ചെയ്തു. ഇനി എനിക്ക് സബ്ട്രാക്ഷൻ ചെയ്യണം വിചാരിക്കുക. സബ്ട്രാക്ഷൻ ചെയ്യണമെങ്കിൽ വേറൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക. സബ് കൊണ്ടുള്ള വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം അവിടെയും നമ്മൾ ഡോളർ സബ് സിംഗിൾ ബ്രാക്കറ്റ് കൊണ്ടുള്ള മെത്തേഡ് യൂസ് ചെയ്തു. അതിനുശേഷം EXPR വെച്ചിട്ടുള്ള മെത്തേഡ് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്പേസിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. EXPR കൊടുത്തു. ഫസ്റ്റത്തെ num1ന്റെ വേരിയബിൾ കിട്ടണമെങ്കിൽ num1 ടൈപ്പ് ചെയ്തു. അതിനുശേഷം മൈനസ്, അതിനുശേഷം ഡോളർ num2 ടൈപ്പ് ചെയ്തു. അപ്പൊ EXPR വെച്ചിട്ട് നമ്മൾ num1ൽ നിന്ന് num2ല് ചെയ്ത് ആ ഔട്ട്പുട്ട് സബ് എന്ന വേരിയബിളിലേക്ക്, സബ്ട്രാക്ഷൻ എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. അതിനുശേഷം എനിക്ക് ഈ ഒരു ലൈൻ ജസ്റ്റ് കോപ്പി ചെയ്തു. അതിനുശേഷം ഇവിടെ ജസ്റ്റ് പാസ്റ്റ് ചെയ്തു. അതിനുശേഷം num1 ഇൻറ്റു num2 അതിന് പകരം num1 മൈനസ് num2 സീക്വൽ ടു പുതിയ വേരിയബിൾ എന്നിട്ട് സബ് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഇത് ജസ്റ്റ് സേവ് ചെയ്യുക. കൺട്രോൾ ഓ എന്റർ കൺട്രോൾ എക്സ്. അതിനുശേഷം റൺ ചെയ്യുക. ബാഷ് ഫയൽ ഡോട്ട് എസ് എച്ച്. ഞാൻ ജസ്റ്റ് ഫസ്റ്റത്തെ വേരിയബിൾ 45 കൊടുത്തു. സെക്കൻഡ് വേരിയബിൾ 3 അല്ല 4 കൊടുത്തു. അപ്പോൾ 45 ഡിവൈഡ് ബൈ 4 ചെയ്താൽ 11.25 കിട്ടും. മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ 180 കിട്ടും. ലൈൻ 9 എന്തോ ഒരു എറർ ഉണ്ട്. ലൈൻ 9 നമ്മൾ കോപ്പി ചെയ്തപ്പോൾ എക്കോത്തെ കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടില്ല. അപ്പൊ എന്ന് ടൈപ്പ് കൂടി ചെയ്യുക. അതുകൊണ്ടാണ് ഇവ രണ്ടും. ഇനി നമ്മൾ ജസ്റ്റ് സേവ് ചെയ്യുക. കൺട്രോൾ ഓ എന്റർ കൺട്രോൾ എക്സ്. വീണ്ടും ബാഷ് ഫയൽ ഡോട്ട് എസ് എച്ച്. ഫസ്റ്റത്തെ 45 ടൈപ്പ് ചെയ്തു. അതിനുശേഷം 4 ടൈപ്പ് ചെയ്തു. ഇപ്പൊ കണ്ട 45 ഡിവൈഡ് ബൈ 4 11.25. 45 ഇൻറ്റു 4 180 ഡിവൈഡ് ചെയ്തപ്പോൾ 1.25. 45 മൈനസ് 4 45. നമുക്ക് മുന്നേ പഠിച്ച കമന്റ് ഒക്കെ ഇതിൽ കൊടുത്ത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്.